ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള PDF നിർമ്മിക്കലാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നാം ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ററാക്റ്റീവ് PDF നിർമ്മിക്കുന്ന രീതിയാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇവിടെ 5 പേജുകളുള്ള ഒരു ഡോക്യുമെന്റ് ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ പേജിലും തിരിച്ചറിയുന്നതിന് അതാത് പേജിന്റെ നമ്പറുകൾ വലുതായി നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ പേജിൽ ഇത്തരത്തിലുള്ള പേജ് നമ്പറുകളെ സൂചിപ്പിക്കുന്ന 5 ടെക്സ്റ്റ് ഫ്രെയിമുകളും നൽകിയിരിക്കുന്നു. ഇതിൽ ഈ ഓരോ നമ്പറുകളിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതാത് പേജുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു PDF നിർമ്മിക്കലാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ഈ ഒരു നമ്പറിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിന്റെ PDF ഓപ്ഷനിൽ നിന്ന് അതിനെ PDF അനോട്ടേഷൻ ആക്കി മാറ്റാം. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് എന്ന രൂപത്തിൽ അതിനെ മാറ്റി ടൈപ്പ് ലിങ്ക് നൽകി പേജ് നമ്പർ 1 തന്നെ അതിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ. 2 എന്നത് ക്ലിക്ക് ചെയ്യുന്നു. PDF അനോട്ടേഷൻ ആക്കി മാറ്റുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ലിങ്ക് നൽകി പേജ് നമ്പർ 2 ലിങ്ക് ചേർത്ത് കൊടുക്കുന്നു. 3 എന്നതിനെ PDF അനോട്ടേഷൻ ആക്കി മാറ്റി ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെയും ടൈപ്പ് എന്നതിൽ നിന്ന് ലിങ്ക് ആക്കി മാറ്റുകയും പേജ് നമ്പർ 3 ലിങ്ക് ആയി അതിനെ മാറ്റുകയും ചെയ്യുന്നു. 4 എന്നത് ക്ലിക്ക് ചെയ്യുന്നു. PDF അനോട്ടേഷൻ ആക്കി മാറ്റുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം ടൈപ്പ് ലിങ്ക് എന്നാക്കി മാറ്റി പേജ് നമ്പർ 4 ഡയറക്റ്റ് ചെയ്യുന്നു. ഇതേപോലെ 5നെയും നാം മാറ്റുന്നു. അതിന് പേജ് നമ്പർ 5 തന്നെ ലിങ്കായി നൽകുന്നു. അപ്പോൾ ഇത്രയും അനോട്ടേഷനുകൾ നാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിനെ കോപ്പി ചെയ്യാം. 2ാമത്തെ പേജിൽ പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും കോപ്പി ചെയ്യുന്നു. 3ാമത്തെ പേജിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ പേജുകളിലേക്കും ലിങ്ക് നൽകിയിട്ടുള്ള ഈ ടെക്സ്റ്റ് ഫ്രെയിമുകൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ PDF ആക്കി എക്സ്പോർട്ട് ചെയ്യാം. സേവ് ആസ് PDF, പേര് ലിങ്ക് എന്ന് കൊടുത്തിരിക്കുന്നു. ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ സേവ് ചെയ്യുന്നു. ഇനി പുതിയ PDF തുറക്കാം. ലിങ്ക് PDF എന്ന പേരിൽ അവിടെ ഉള്ള PDF തുറക്കുന്നു. അതിനെ പ്രസന്റേഷൻ മോഡിൽ റൺ ചെയ്യിക്കുന്നു. കാണാം, ഇതാണ് നാം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന PDFന്റെ പ്രസന്റേഷൻ മോഡ്. ഇവിടെ നാം കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമുക്ക് ആ പ്രത്യേക പേജുകൾ തന്നെ തുറന്ന് വരുന്നുണ്ട്. മാത്രമല്ല ഓരോന്നും ലിങ്ക് ആയി അടുത്ത പേജിലേക്കുള്ള ലിങ്ക് എന്ന രൂപത്തിൽ തന്നെ നമ്മുടെ മൗസ് കഴ്സർ കാണിക്കുന്നുമുണ്ട്. ഇവിടെ പേജ് 2 നിന്ന് നാം പേജ് 4 പോകുന്നു. കാണാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായി പേജ് 4 തന്നെ തുറക്കുന്നു. 3 5 ഇത്തരത്തിൽ ഏത് പേജുകളിലേക്കും എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്തു പോകാവുന്ന ഇന്ററാക്റ്റീവ് ലിങ്കുകൾ ഉൾപ്പെടുന്ന PDF നിർമ്മിക്കാൻ സ്ക്രൈബസിലെ സംവിധാനങ്ങൾ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇത്തരത്തിൽ നിർമ്മിച്ച മറ്റൊരു PDF ആണിത്. നമ്മുടെ ഈ ഇന്ററാക്റ്റീവ് ലിങ്കുകളുടെ മേന്മ എത്രമാത്രം നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് കാണിക്കുന്നതിനാണ് ഈ ഒരു PDF ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത്രയും പേജുകളാണ് ഈ PDFൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഹ്യൂമൻ ബോഡി ഓർഗൻസ് ആണ് മാറ്റർ. ചിത്രങ്ങളൊക്കെ ഭംഗിയായി ചേർത്തുകൊണ്ട് അത്യാവശ്യം അതുമായി ബന്ധപ്പെടുന്ന വിവരങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു PDF ആണിത്. ഇവിടെ 1ാമത്തെ പേജിൽ ക്ലിക്ക് ടു എന്റർ എന്ന ഒരു അനോട്ടേഷൻ നൽകിയിട്ടുണ്ട്. കാണാം, ഇത് 2ാമത്തെ പേജിലേക്കാണ് ഇതിന് അനോട്ടേഷൻ നൽകിയിരിക്കുന്നത്. ഈ പേജിൽ വിവിധ മനുഷ്യ അവയവ വ്യവസ്ഥകളുടെ ചിത്രങ്ങൾ ഇതുപോലെ ഐക്കണുകളായി നൽകിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും ഇത്തരത്തിൽ PDF അനോട്ടേഷൻ നൽകിക്കൊണ്ട് ലിങ്കുകളാക്കി അതാത് പേജുകളിലേക്ക് അതിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാം, ഇതുപോലെ ഓരോന്നിനെയും അതാത് പേജുകളിലേക്ക് അതിന്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഓരോ പേജുകളിലും മുകളിൽ ഇത്തരത്തിൽ നേരത്തെ നാം കാണിച്ചിട്ടുള്ള അതേ ഐക്കണുകൾ വീണ്ടും അനോട്ടേഷനായി തന്നെ നൽകിയിരിക്കുന്നു. ഏത് പേജുകളിൽ നിന്നും എളുപ്പത്തിൽ മറ്റേതൊരു പേജിലേക്കും നീങ്ങാവുന്ന രൂപത്തിലാണ് ഈ അനോട്ടേഷനുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ഹോം ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്തേണ്ടത് നമ്മുടെ ഈ ഒരു പേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ 2ാമത്തെ പേജിലേക്ക് അതിന്റെ അനോട്ടേഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ പ്രീവിയസ്, നെക്സ്റ്റ് ബട്ടണുകൾ ചേർത്തിട്ടുണ്ട്. അവയ്ക്കും ഇതേപോലെ തൊട്ട് മുൻപത്തെ പേജിലേക്കും അതിനുശേഷം വരുന്ന പേജിലേക്കും കൃത്യമായി ലിങ്കുകൾ നൽകിയിരിക്കുന്നു. എല്ലാ പേജുകളിലും ഇതേപോലെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. ഈ പേജിൽ നിന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത പേജിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അവയെല്ലാം പരസ്പരം ലിങ്കുകളിലൂടെ തുറക്കാവുന്ന രീതിയിലാണ് ഈ ഡോക്യുമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം. സേവ് ആസ് PDF കൊടുത്ത് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലേക്ക് ഹ്യൂമൻ ബോഡി എന്ന പേരിൽ ഞാൻ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ PDF ഇപ്പോൾ എക്സ്പോർട്ട് ആയി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിപ്പോൾ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട ഈ PDF തുറക്കാം. അതിനെ പ്രസന്റേഷൻ മോഡിലേക്ക് മാറ്റുന്നു.
കാണാം നമ്മുടെ PDF ഇത്തരത്തിൽ ഇവിടെ തുറന്നു വന്നിരിക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഏത് ലിങ്കുകളിലേക്കും വളരെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്തു പോകാവുന്ന രൂപത്തിലുള്ള ഒരു PDF ആണ് നാം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് തന്നെ എത്തുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് മൗത്ത്, ടീത്ത്, ടങ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. വീണ്ടും ഹോം പേജിൽ നിന്ന് തിരിച്ച് റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക്, റെസ്പിറേറ്ററി സിസ്റ്റം അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി വീണ്ടും നമുക്ക് ഹോം പേജിലേക്ക് സർക്കുലേറ്ററി സിസ്റ്റം, താഴെ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് ലിങ്ക് ആയി നൽകിയിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ഹാർട്ട് നമുക്ക് ഇത്തരത്തിൽ ആ ലിങ്കിലൂടെ കാണാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നമുക്ക് നാവിഗേഷൻ നടത്താം. എക്സ്ക്രീറ്ററി സിസ്റ്റം ഡീറ്റെയിൽസ്, വീണ്ടും മസ്കുലർ സിസ്റ്റം, ഇതെവിടെയുള്ള നെക്സ്റ്റ്, പ്രീവിയസ് ബട്ടൺ ഇത്തരത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാം. സ്കെൽറ്റൽ സിസ്റ്റം ഡീറ്റെയിൽസ്, ഇവിടെ താഴേക്ക് നാം ഒരു ആരോ ബട്ടൺ വച്ചിരിക്കുന്നു. ഇതൊക്കെ PDF അനോട്ടേഷൻ ഉപയോഗിച്ച് ചെയ്താണ്. ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് നമുക്ക് വളരെ എളുപ്പവും സൗകര്യവുമുണ്ട്. ഇവിടെ സ്കാപ്പുല, ഷോൾഡർ ബോൺ എന്ന ഇത് ഒരു PDF അനോട്ടേഷൻ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജിലേക്ക് നമുക്ക് എത്താം. റിട്ടേൺ നൽകുന്നു. നെർവസ് സിസ്റ്റം, ബ്രെയിൻ, ഹോം, ഇത്തരത്തിൽ നമുക്ക് ഏത് ഒരു ലിങ്കിലേക്കും വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന രൂപത്തിൽ ഉള്ള ഒരു PDF ആണ് നാം സ്ക്രൈബസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ സ്ക്രൈബസിനെ ഏറ്റവും മികച്ച ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ നിർമ്മിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാം. ഒട്ടും വിരസതയില്ലാതെയും അങ്ങേയറ്റം ഫലപ്രദമായും കുട്ടികൾക്ക് സ്വയം പഠിക്കുന്നതിനുള്ള വിഭവങ്ങൾ നമുക്ക് ഇത്തരത്തിൽ PDF മാതൃകയിൽ സ്ക്രൈബസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാം. സ്ക്രൈബസിന്റെ ഇത്തരം സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്യുകയും നമ്മുടെ എല്ലാ തരത്തിലുള്ള ഡിസൈനിങ് സ്കില്ലും സബ്ജക്ട് ഇൻട്രസ്റ്റും ചേർത്തുകൊണ്ട് മികച്ച എഡ്യൂക്കേഷണൽ മെറ്റീരിയലുകൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് നമ്മുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസ താല്പര്യമായിട്ടുള്ള ആളുകൾക്കും വളരെയേറെ ഉപകാരം ചെയ്യും.